നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം എന്താണ്? അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ പൗരനാണ്? ഇന്ത്യൻ പൗരനാണോ, അതോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പൗരത്വം അദ്ദേഹത്തിനുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ 2019 മുതൽ നമ്മുടെ സമൂഹത്തിൽ പലരും ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടത് മറ്റാരുമല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹമാണെങ്കിൽ ഒട്ടും മിണ്ടുന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ പൗരത്വത്തിൽ സംശയം തോന്നുവാൻ കാരണങ്ങളുണ്ട്. ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയായിരുന്നു ബാക്കോപ്സ് ലിമിറ്റഡ്. ഈ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു രാഹുൽ ഗാന്ധി. 2006 ഈ കമ്പനിയുടെ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്തതിൽ രാഹുൽ ഗാന്ധി താനൊരു ബ്രിട്ടീഷ് പൗരനാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. 2006 ബാക്കോപ്സിന് വേണ്ടി രാഹുൽ ഗാന്ധി ഫയൽ ചെയ്ത ആനുവൽ റിട്ടേൺസിൻ്റെ കോപ്പിയാണിത്. അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. പേര് രാഹുൽ ഗാന്ധി, ഡേറ്റ് ഓഫ് ബർത്ത് 19/6/1970, നാഷണാലിറ്റി ബ്രിട്ടീഷ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജോലി കമ്പനി ഡയറക്ടർ, കമ്പനിയുടെ പേര് ബാക്കോപ്സ് ലിമിറ്റഡ്, കമ്പനിയുടെ അഡ്രസ് 51 സൗത്ത് ഗേറ്റ് സ്ട്രീറ്റ്, വിൻചെസ്റ്റർ, ഹാംഷയർ, UK. സുബ്രഹ്മണ്യം സ്വാമിയാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയം ആദ്യമായിട്ട് പുറത്തു കൊണ്ടിരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ 2019 ഏപ്രിൽ 29 ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ച് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയച്ചിരുന്നു. രാജ്നാഥ് സിംഗ് ആയിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി. ആ കത്തിന് ഇന്നേ നാൾ വരെ രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തിട്ടില്ല. ഇദ്ദേഹം ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഭരണഘടനാപരമായിട്ട് മറ്റൊരു കുരുക്ക് കൂടെ അതിലുണ്ട്. നമ്മുടെ ഭരണഘടന ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 അനുച്ഛേദം 9 ഞാനൊന്ന് വായിക്കാം. അതിൽ പറയുന്നത് ഇതാണ്: പേഴ്സൺസ് വോളണ്ടറിലി അക്വയറിംഗ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് നോട്ട് ടു ബി സിറ്റിസൺസ്. അതായത് വിദേശ രാജ്യത്തിലെ പൗരത്വം സ്വേച്ഛയാ ആർജിക്കുന്ന ആൾക്കാർ ഇന്ത്യൻ പൗരന്മാരാകുകയില്ല. ഇത് നമ്മുടെ ഭരണഘടന വ്യക്തമായിട്ട് പറയുന്നതാണ്. അതുമാത്രമല്ല, ഇരട്ട പൗരത്വം ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് കാണിച്ച് ഒരു സുപ്രീം കോടതി വിധിയും വന്നിട്ടുണ്ട്. പ്രദീപ് ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1984. അപ്പം രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം ഭരണഘടനാപരമായിട്ട് തന്നെ നഷ്ടപ്പെടേണ്ടതാണ്. നേരെ മറിച്ച് ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ബ്രിട്ടീഷ് പൗരൻ എന്ന പേരിൽ UK ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്തത് കുരുക്കാവുകയും ചെയ്യും. ഏതായാലും സ്നേഹത്തിൻ്റെ കട എവിടെയെങ്കിലും ഒരിടത്ത് അടയ്ക്കാനാണ് സാധ്യത. സുബ്രഹ്മണ്യം സ്വാമി ഈ വിഷയത്തിൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ പൗരത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് കോടതി ഇതിൽ തീരുമാനമെടുക്കുവാൻ സാധ്യതയില്ല. എന്നാൽ ഇതിൽ വേഗത്തിൽ തീരുമാനമെടുക്കുവാൻ കോടതിക്ക് ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കാം. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സത്യസന്ധമായിട്ട് സഹകരിച്ചാൽ അത് അദ്ദേഹത്തിനും രാജ്യത്തിനും നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.